ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെപ്പറ്റി നീതിയുക്തമായ അന്വേഷണം നടത്താൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. കേന്ദ്ര മന്ത്രിസഭയിലെ അംഗങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപരിസഭയിൽ അവതരിപ്പിച്ചു. പ്രതിപക്ഷ നേതാക്കൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുമായി പാർലമെന്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. നീറ്റ് UG പരീക്ഷയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ CBI ബീഹാറിൽ അറസ്റ്റ് ചെയ്തു. കേരളത്തിൽ കാലവർഷം ശക്തം. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 2020 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പ് സെമിഫൈനലിൽ ഇന്ത്യ-ഇംഗ്ലണ്ട് പോരാട്ടം അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു പാർലമെന്റിന്റെ ഇരുസഭകളെയും അഭിസംബോധന ചെയ്തു. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സമീപകാലത്തുണ്ടായ സംഭവങ്ങളെപ്പറ്റി നീതിയുക്തമായ അന്വേഷണത്തിനും കുറ്റവാളികൾക്ക് കർശനമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനും കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. വിശദാംശങ്ങളിലേക്ക്. മത്സര പരീക്ഷകളായാലും സർക്കാർ നിയമനങ്ങളായാലും തടസ്സരഹിതമായും സുതാര്യമായും നടത്തണമെന്ന് രാഷ്ട്രപതി. കഴിഞ്ഞ 10 വർഷത്തിനിടെ NDA സർക്കാർ രാജ്യത്ത് മികച്ച രീതിയിലുള്ള വികസനം കൊണ്ടുവന്നെന്ന് പറഞ്ഞ രാഷ്ട്രപതി ലോകത്തെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ത്യയെ മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് പറഞ്ഞു. ദൂരവ്യാപകമായ നയങ്ങളുടെയും ഭാവി കാഴ്ചപ്പാടുകളുടെയും പരിഷ്കാരങ്ങളുടെയും ഫലപ്രദമായ രേഖയായിരിക്കും വരുന്ന പൊതു ബജറ്റ് എന്നും രാഷ്ട്രപതി വിശ്വാസം പ്രകടിപ്പിച്ചു. ഉത്പാദനം, സേവനങ്ങൾ, കൃഷി എന്നിവയ്ക്ക് കേന്ദ്രം തുല്യ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും IT മുതൽ ടൂറിസം വരെയും ആരോഗ്യരംഗത്തും രാജ്യം മുന്നിട്ട് നിൽക്കുകയാണെന്നും രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. തൊഴിലിനും സ്വയം തൊഴിലിനുമായി ധാരാളം പുതിയ അവസരങ്ങൾ രാജ്യത്ത് സൃഷ്ടിക്കുന്നുണ്ട്. അടിസ്ഥാന സൌകര്യ വികസനത്തിനായുള്ള സർക്കാർ സംരംഭങ്ങളും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. കാർഷിക മേഖലയ്ക്ക് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള മുൻഗണന ശ്രീമതി മുർമു സഭയിൽ പട്ടികപ്പെടുത്തി. തിരഞ്ഞെടുപ്പിലെ വനിതാ പങ്കാളിത്തം ശ്രദ്ധേയമെന്ന് അഭിപ്രായപ്പെട്ട രാഷ്ട്രപതി കഴിഞ്ഞ 10 വർഷത്തിനിടെ പ്രധാനമന്ത്രി ആവാസ് പദ്ധതി പ്രകാരം 4 കോടി വീടുകൾ നൽകിയതിൽ ഭൂരിഭാഗവും സ്ത്രീകൾക്കാണെന്ന് പറഞ്ഞു. വിദ്യാഭ്യാസം, ആരോഗ്യം, വിനോദസഞ്ചാരം, തൊഴിൽ തുടങ്ങി എല്ലാ മേഖലകളിലും രാജ്യം മുന്നേറുകയാണ്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ വികസനത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ ഏറെ നേട്ടം കൈവരിച്ചതായി രാഷ്ട്രപതി നിരീക്ഷിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു നടത്തിയ പ്രസംഗത്തിന്റെ പകർപ്പ് ഇന്ന് ലോക്സഭയുടെ മേശപ്പുറത്ത് വെച്ചു. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനു ശേഷം ഇന്ന് ഉച്ചയ്ക്ക് സഭ സമ്മേളിച്ചപ്പോഴാണ് പകർപ്പ് സഭയുടെ മേശപ്പുറത്ത് വെച്ചത്. കോൺഗ്രസ് MP രാഹുൽ ഗാന്ധിയെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായി അംഗീകരിച്ചതായി സ്പീക്കർ ഓം ബിർള അറിയിച്ചു. തുടർന്ന് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭയിലും രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്റെ പകർപ്പ് അവതരിപ്പിച്ചു. പുതുതായി രൂപീകരിച്ച കേന്ദ്രമന്ത്രിസഭയിലെ അംഗങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപരിസഭയിൽ പരിചയപ്പെടുത്തി. തുടർന്ന് രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. ബീഹാർ, ജാർഖണ്ഡ്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 6 MPമാർ ഇന്ന് രാജ്യസഭാംഗങ്ങളായി സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധൻകർ ഇവർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കോൺഗ്രസ് MP അഖിലേഷ് പ്രസാദ് സിംഗ്, JMMലെ സർഫറാസ് അഹമ്മദ്, BJPയുടെ പ്രദീപ് കുമാർ വർമ്മ, ബൻഷിലാൽ ഗുർജാർ, മായ നരോലിയ, ബാലയോഗി ഉമേഷ് നാഥ് എന്നിവരാണ് രാജ്യസഭാംഗങ്ങളായി സത്യപ്രതിജ്ഞ ചെയ്തത്. പ്രതിപക്ഷ നേതാക്കൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുമായി പാർലമെന്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസ് നേതാവും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി, TMC MP കല്യാൺ ബാനർജി, NCP ശരത് പവാർ MP സുപ്രിയ സുലെ, സമാജ്വാദി പാർട്ടിയുടെ ഡിംപിൾ യാദവ്, RJDയുടെ മിസ ഭാരതി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. നീറ്റ് UG പരീക്ഷയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ CBI അറസ്റ്റ് ചെയ്തു. ബീഹാറിലെ പട്നയിൽ നിന്നാണ് 2 പ്രതികളെ അറസ്റ്റ് ചെയ്തതെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. നീറ്റ് UG പേപ്പർ ചോർച്ച കേസിന്റെ അന്വേഷണം ഔദ്യോഗികമായി ഏറ്റെടുത്ത CBI തിങ്കളാഴ്ച ബീഹാർ പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗത്തിന്റെ ഓഫീസ് സന്ദർശിച്ച് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചിരുന്നു. രാജ്യത്തെ വൺ ഹെൽത്ത് പദ്ധതി പ്രവർത്തനങ്ങളുടെ നിയമപരമായ സാധുതകൾ വിലയിരുത്തുന്നതുമായി ബന്ധപ്പെട്ട ശില്പശാല ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. നിതി ആയോഗ് അംഗം ഡോക്ടർ VK പോൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും പാരിസ്ഥിതിക വ്യവസ്ഥയുടെയും ആരോഗ്യം സുസ്ഥിരമായി സന്തുലിതമാക്കാൻ ലക്ഷ്യമിടുന്ന ഒരു സംയോജിത ഏകീകൃത പദ്ധതിയാണ് വൺ ഹെൽത്ത്. നിയമനീതി മന്ത്രാലയം, പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം എന്നിവയിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥരും UNDP ഇന്ത്യയുടെ പ്രതിനിധി ഇസബെല്ല ഷാൻ എന്നിവരും 2 ദിവസത്തെ ശില്പശാലയിൽ പങ്കെടുക്കുന്നുണ്ട്.
പാകിസ്ഥാനിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യവും മനുഷ്യാവകാശങ്ങളും ഹനിക്കപ്പെട്ടു എന്നാരോപിച്ച് US ജനപ്രതിനിധി സഭ ഉഭയകക്ഷി പ്രമേയം പാസാക്കുകയും സമഗ്രവും സ്വതന്ത്രവുമായ അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തു. പാകിസ്ഥാനിലെ ജനാധിപത്യത്തിനും മനുഷ്യാവകാശങ്ങൾക്കും പിന്തുണ പ്രഖ്യാപിക്കുന്ന പ്രമേയം സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുന്നു. അതേസമയം പാകിസ്ഥാനിലെ രാഷ്ട്രീയ സാഹചര്യത്തെയും തിരഞ്ഞെടുപ്പ് പ്രക്രിയയെയും കുറിച്ചുള്ള അപൂർണമായ ധാരണയാണ് പ്രമേയത്തിന് അടിസ്ഥാനമായതെന്ന് വിഷയത്തിൽ പ്രതികരിച്ച പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി പറഞ്ഞു. അമേരിക്ക, ദക്ഷിണ കൊറിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളുടെ ആദ്യ സംയുക്ത സൈനിക അഭ്യാസത്തിന് ദക്ഷിണ കൊറിയൻ ദ്വീപായ ജെജുവിൽ തുടക്കമായി. ഫ്രീഡം എഡ്ജ് എന്ന പേരിൽ നടക്കുന്ന അഭ്യാസം മറ്റന്നാൾ അവസാനിക്കും. റഷ്യയുമായുള്ള ഉത്തര കൊറിയയുടെ സഹകരണം ശക്തമായതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സംയുക്ത അഭ്യാസം എന്നത് ശ്രദ്ധേയമാണ്. മേഖലയിലെ പ്രതിരോധ നിരീക്ഷണ സംവിധാനങ്ങളുടെ പരിശീലനവും സംയുക്ത അഭ്യാസത്തിൽ ഉണ്ടാകും. രാജ്യവ്യാപക പ്രതിഷേധത്തിന് കാരണമായ ധനകാര്യ ബിൽ പിൻവലിക്കുമെന്ന് കെനിയൻ പ്രസിഡന്റ് വില്യം റൂട്ടോ. വിവിധ ഇനങ്ങളുടെ നികുതി വർധന ലക്ഷ്യമിടുന്ന ബിൽ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വഷളാക്കുമെന്ന് കണ്ടെത്തിയതാണ് തീരുമാനം. ബില്ലിൽ ഒപ്പിടാൻ വിസമ്മതിച്ച രാഷ്ട്രപതി ഭേദഗതികൾക്കായി ബിൽ പാർലമെന്റിലേക്ക് അയച്ചു. പ്രതിഷേധത്തെ തുടർന്ന് കെനിയയിൽ ഇതുവരെ 22 പേർ കൊല്ലപ്പെട്ടതായി പോലീസ് അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കേരളത്തിൽ തുടരുന്ന കനത്ത മഴയിൽ വ്യാപക നാശം. തീരമേഖലകളിൽ കടലാക്രമണം രൂക്ഷമായി. മലയോര മേഖലകളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്രവേശനം നിരോധിച്ചു. ഇന്ന് വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും പത്തനംതിട്ട മുതൽ കോഴിക്കോട് വരെ 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക് ഏർപ്പെടുത്തി. അതേസമയം കനത്ത മഴയെ തുടർന്ന് ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കൊല്ലം, കോഴിക്കോട്, തൃശൂർ, വയനാട് ജില്ലകളിൽ ദേശീയ ദുരന്ത നിവാരണ സേനയെ വിന്യസിച്ചു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ജില്ലകൾക്ക് 1 കോടി രൂപ വീതം അനുവദിച്ചു. 2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് സെമിഫൈനലിൽ ഇന്ന് ഇന്ത്യ-ഇംഗ്ലണ്ട് പോരാട്ടം. രാത്രി 8-ന് ഗയാനയിലെ പ്രോവിഡൻസ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇതുവരെ ഒരു മത്സരം പോലും തോൽക്കാതെ ടൂർണമെന്റിലുടനീളം മികച്ച ഫോമിലാണ് ടീം ഇന്ത്യ. മത്സരം ഇരു ടീമുകൾക്കും നിർണായകമാണെങ്കിലും മഴ മത്സരത്തെ ബാധിച്ചേക്കുമെന്ന ആശങ്കയിലാണ് ക്രിക്കറ്റ് ലോകം. രാവിലെ നടന്ന ഒന്നാം സെമിയിൽ അഫ്ഗാനിസ്ഥാനെ 9 വിക്കറ്റിന് പരാജയപ്പെടുത്തി ദക്ഷിണാഫ്രിക്ക ഫൈനലിൽ കടന്നു. കേരള നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങിയത്. പദ്ധതി വിഹിതം യഥാസമയം ലഭിക്കാത്തതുമൂലം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലായ സാഹചര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തിൽ നിന്നും ടി സിദ്ദിഖാണ് അടിയന്തര പ്രമേയ അവതരണത്തിന് നോട്ടീസ് നൽകിയത്. സാമ്പത്തിക പ്രയാസം മൂലമാണ് സ്വാഭാവികമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വന്നതെന്ന് മന്ത്രി MB രാജേഷ് മറുപടിയായി പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. പരിവർത്തിത ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള സമുദായങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷനെ ചുമതലപ്പെടുത്തുന്നത് പരിശോധിക്കുമെന്ന് മന്ത്രി OR കേളു. നിയമസഭയിൽ പ്രമോദ് നാരായണൻ MLAയുടെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. പട്ടികജാതി വിഭാഗക്കാരുടേതിന് സമാനമായ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ നേരിടുന്നതിനാൽ പരിവർത്തിത ക്രൈസ്തവരെ പട്ടികജാതിയിൽ ഉൾപ്പെടുത്തുന്നതിനു വേണ്ടി കേന്ദ്ര സർക്കാരിലേക്ക് ശുപാർശ നൽകിയിട്ടുണ്ട്. നിലവിൽ ഈ വിഭാഗക്കാരെ OEC പട്ടികയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിഭാഗങ്ങൾക്ക് ലഭ്യമാകുന്ന വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളും സർക്കാർ സർവീസിലേക്കുള്ള സംവരണവും അനുവദിച്ചു വരുന്നതായും മന്ത്രി അറിയിച്ചു. ബാംഗ്ലൂർ നഗരത്തിന്റെ സ്ഥാപകനും വിജയനഗര സാമ്രാജ്യത്തിലെ ഗവർണറുമായിരുന്ന നാദപ്രഭു കെമ്പഗൌഡയുടെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരാഞ്ജലികൾ അർപ്പിച്ചു. ദീർഘവീക്ഷണത്തിനും ഭരണ നൈപുണ്യത്തിനും പേരുകേട്ട ദാർശനികനായിരുന്നു കെമ്പഗൌഡയെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മുതിർന്ന BJP നേതാവ് LK അദ്വാനിയെ ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിന്നും ഇന്ന് ഡിസ്ചാർജ് ചെയ്തു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഇന്നലെ രാത്രിയാണ് അദ്ദേഹത്തെ എയിംസിൽ പ്രവേശിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെ പറ്റി നീതിയുക്തമായ അന്വേഷണം നടത്താൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. കേന്ദ്ര മന്ത്രിസഭയിലെ അംഗങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപരിസഭയിൽ അവതരിപ്പിച്ചു. പ്രതിപക്ഷ നേതാക്കൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുമായി പാർലമെന്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. നീറ്റ് UG പരീക്ഷയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് 2 പേരെ CBI ബീഹാറിൽ അറസ്റ്റ് ചെയ്തു.
കേരളത്തിൽ കാലവർഷം ശക്തം 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് സെമിഫൈനലിൽ ഇന്ത്യ ഇംഗ്ലണ്ട് പോരാട്ടം അല്പസമയത്തിനകം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.